Hello everyone, welcome back to my channel. This is Venma. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മത്തി വെച്ചിട്ട് ഒരു പെരളൻ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ടുള്ള, എന്ന് നമ്മൾ മത്തിക്കറി, മത്തിപ്പീര, മത്തി ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ചേഞ്ച് വരുത്താനായിട്ട്, ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന അടിപൊളി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇതിനകത്ത് നല്ല നാടൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റും പെർഫെക്ഷനും ഒക്കെ കിട്ടുള്ളൂ. അപ്പം വളരെ ഈസിയാണ്. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം, നമ്മളുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് മത്തി പെരളൻ ഉണ്ടാക്കാൻ തുടങ്ങാവേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 12 മത്തി കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ആദ്യം നമുക്ക് ഈ മത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയാണേ. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഓരോരുടെ ടേസ്റ്റ് അനുസരിച്ച് വ്യത്യാസം വരുത്തണം കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ലെമണാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മത്തിയിൽ ഇതെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് വെക്കാവേ. ഞാൻ മസാല കംപ്ലീറ്റ് മത്തിയിലെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് നല്ല കേട്ടോ. ആ മസാല എല്ലാം അതിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിക്കും. അതിനുശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. നമ്മുടെ മത്തിയെല്ലാം ഫ്രൈ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാവേ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് തൽക്കാലം. ഈ പാനിൽ തന്നെയാണ് ഞാനിട്ട് ബാക്കി പ്രൊസീജിയറും ചെയ്യുന്നത് കേട്ടോ. ഞാൻ പാനിൽ വെച്ച് കൊടുത്തിട്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനൊരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 7 വെളുത്തുള്ളിയും നല്ല പേസ്റ്റ് ആക്കി എടുത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള നല്ല നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മത്തിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വലിയ മത്തി ഇഷ്ടമെങ്കിൽ അത് ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ചെറിയ മത്തിക്കാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടുതൽ തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ മത്തി എടുത്തേക്കുന്നത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴരട്ടെ. നമ്മളെപ്പോഴും ചെയ്യുന്നൊരു ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട്. അത്യാവശ്യം വഴന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങിട്ട് വഴറ്റുണ്ട് കേട്ടോ. അപ്പം ഇനി അതിലേക്കൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്ന 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒന്നും അധികം ചേർക്കണ്ട കേട്ടോ. ആ ഒരു പച്ച കുത്ത് മുന്നിൽ നിൽക്കും. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന 1 ടീസ്പൂൺ ഫിഷ് മസാലയാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഫൈനലായിട്ട് ഞാൻ 1/4 ടീസ്പൂൺ
കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല മുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ, കാരണം കുരുമുളക് പൊടി എരിവുള്ള മുളക് പൊടി നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് എരിവായിപ്പോൾ അതുകൊണ്ട് ഇത്രയും മതി. ഇതിൻ്റെ എല്ലാം നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ മസാലയെല്ലാം നന്നായിട്ട് ഈവനായിട്ട് പിടിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഉപ്പ് നോക്കാം ഈ സമയത്ത്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മുടെ ഫിഷ് ഫ്രൈയിൽ മാത്രമേ ഉള്ളൂ ഉപ്പ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ മസാലയിലും കൂടെ കുറച്ച് ഉപ്പ് വേണ്ടതുകൊണ്ട് നമ്മൾ ആദ്യമേ ഉള്ളി വഴച്ചപ്പോൾ കുറച്ച് ഇട്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് ഈവനായിട്ട് ചേരാനായിട്ടാണ് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ മസാലയെല്ലാം പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മത്തി ഇട്ട് കൊടുക്കാതെ സൂക്ഷിച്ചിട്ട് കൊടുക്കണം, ഉടഞ്ഞു പോകരുത് കേട്ടോ. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫൈനലായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ലെമൺ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. നല്ലൊരു ടേസ്റ്റ് തരും. ഒരു ചെറിയൊരു ലെമൺ എടുത്ത് കേട്ടോ. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് മത്തിപ്പെരളൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക.